സംഘപരിവാർ സഹയാത്രികൻ ടി.ജി. മോഹൻദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജന്തർ മന്ദറിലെ പ്രക്ഷോഭകരെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിടുമെന്ന ടി.ജി. മോഹൻദാസിന്റെ വിവാദ പരാമർശത്തിലാണ് നടപടി. ടി.ജി. മോഹൻദാസിന്റെ വീട്ടിലെത്തിയാണ് തിരുവനന്തപുരം സൈബർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കൂടുതൽ വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, 11 ദിവസത്തിന് ശേഷം ഇപ്പോൾ പോലീസ് ടി.ജി. മോഹൻദാസിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. നിരവധി വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇനി മുന്നോട്ടുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയൊക്കെയായിരിക്കും? വിശദാംശങ്ങൾ. ടി.ജി. മോഹൻദാസിനെ മട്ടാഞ്ചേരിയിലെ വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തുള്ളത്. തിരുവനന്തപുരം സൈബർ പോലീസാണ് ടി.ജി. മോഹൻദാസിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. തിരുവനന്തപുരത്തേക്ക് എത്തിച്ച ശേഷമാണ് ഇനി തുടർ നടപടികൾ ഉണ്ടാവുക. തിരുവനന്തപുരത്ത് കോടതിയിലായിരിക്കും ഹാജരാകുന്നത്. ഇവിടെ നിന്നും എറണാകുളത്ത് നിന്നും വൈദ്യപരിശോധനയ്ക്ക് ശേഷം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയുന്നത്. എന്തായാലും എറണാകുളത്തെ മട്ടാഞ്ചേരിയിലുള്ള വീട്ടിലാണ് ഈ ജന്തർ മന്ദറിലെ പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ അപകീർത്തികരമായിട്ടുള്ള പ്രയോഗം കസ്റ്റഡിയിലെടുത്തത്. ഡൽഹിയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലണമെന്ന തരത്തിലുള്ള പരാമർശമാണ് ടി.ജി. മോഹൻദാസ് നടത്തിയത്. സംഭവത്തിന് പിന്നാലെ വലിയ പ്രതിഷേധമായിരുന്നു ഉയർന്നിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ASFന്റെ സംസ്ഥാന സെക്രട്ടറി ടി ജിസ്മോനാണ് ആദ്യം പരാതി നൽകിയത്. പിന്നാലെ നിരവധി പരാതികൾ. ഈ പരാതി വൈകുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങളും സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും ഘട്ടം താമസിച്ചിട്ടാണെങ്കിലും ടി.ജി. മോഹൻദാസിനെതിരെ നടപടിയിലേക്ക് കടക്കുകയാണ് സംസ്ഥാന സർക്കാർ. എന്തായാലും തുടർ നടപടികൾ ഉണ്ടാകും. ടി.ജി. മോഹൻദാസിനെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം ആയിരിക്കും നമുക്ക് മറ്റു നടപടിക്രമങ്ങളെ കുറിച്ച് അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും നിലവിൽ ടി.ജി. മോഹൻദാസ് എറണാകുളത്തുണ്ട്. പോലീസ് കസ്റ്റഡി സൈബർ പോലീസ് തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഈ കസ്റ്റഡിക്ക് ശേഷം വൈദ്യപരിശോധനയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് കോടതിയിൽ ഹാജരാക്കാനാണ് നീക്കം. ശരി, ഡൽഹിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ച കേസിൽ സംഘപരിവാർ സഹയാത്രികൻ ടി.ജി. മോഹൻദാസ് പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നു. ഇനി തിരുവനന്തപുരത്ത് എത്തിയ ശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാവുക എന്നാണ് പുറത്തുവരുന്ന വിവരം. ആജ്ഞ രവീന്ദ്രനാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.